ഹലോ ഹായ് PSC ആസ്പിറൻസ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. യെസ്, അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ, നമ്മുടെ APOക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കാരണം എന്താ, നമ്മുടെ APOയുടെ എക്സാം വരുന്ന ഏപ്രിൽ 18-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വെറും എത്ര ദിവസങ്ങളേ ഉള്ളൂ? 26 ദിവസങ്ങളേ ഉള്ളൂ. സോ കുറേ പേരെങ്കിലും എന്ത് ചെയ്ത് കാണും, ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് റിവിഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തവർ കാണും. എന്നാൽ കുറേ പേരൊക്കെ എന്താണ്, ഇനിയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാതെ കുറേ ടോപ്പിക്സ് ഒക്കെ ഇനിയും പെൻഡിങ് ഉള്ളവർ കാണും. സോ അങ്ങനെയുള്ള ടോപ്പിക്സ് പെൻഡിങ് ഉള്ളവരും അതേപോലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരും ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഓൾറെഡി ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവിഷൻ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് കാണും. അല്ലെങ്കിൽ ഇനി ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും കവർ ചെയ്തിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് കാണും. ഇതൊക്കെ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2025 നടന്ന +2 ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം പറഞ്ഞതാണ്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ, അത് മിസ്സാക്കരുത്. സോ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ഒരു മാക്സിമം മാർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചേരാൻ പറ്റും. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരും അതേപോലെ റിവിഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കൺഫ്യൂഷൻസും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനും കാണുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. യെസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ APOയുടെ സിലബസ് ആണ്, നമ്മുടെ +2 ലെവൽ എക്സാംസിന്റെ സെയിം സിലബസ് തന്നെയാണ്. സോ നോക്കുകയാണെങ്കിൽ ചരിത്രം, ഭൂമിശാസ്ത്രം അങ്ങനെ തുടങ്ങുന്നു സിലബസ് എന്ന് പറയുന്നത്. അതേപോലെ 20 മാർക്കിന് എന്തുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സും ഉണ്ട് അല്ലേ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ സിലബസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചരിത്രം, ഭൂമിശാസ്ത്രം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട, ഓരോന്നിലും കവർ ചെയ്യാനുണ്ട്. സോ നമുക്ക് അത്രയും കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യണ്ട, പോണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച്, ഇപ്പൊ ചരിത്രം എടുത്താലും ഭൂമിശാസ്ത്രം എടുത്താലും ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്താലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് മേഖലകൾ അല്ലെങ്കിൽ ടോപ്പിക്സ് ഉണ്ട്. സോ ആ ഒരു ടോപ്പിക്സ് പഠിച്ചെന്ത് ചെയ്യാടാ, നമുക്ക് ഈ ഒരു APOയെ അങ്ങ് എന്ത് ചെയ്യാം, തൂക്കാം. ഒറ്റ മൈൻഡിൽ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സ്മാർട്ട് വർക്കിലൂടെ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, സോ PYQs ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം ചരിത്രമാണ്. ചരിത്രം നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നു. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി വരും, വേൾഡ് ഹിസ്റ്ററി വരും, കേരള ഹിസ്റ്ററി വരും. സോ ഈ 3 ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് ചേർത്തിട്ടാണ് എത്ര മാർക്കിന് വരിക, 5 മാർക്കിന് വരിക. അത് കേരള ഹിസ്റ്ററി, അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഈ 3 ഭാഗത്തിൽ നിന്നും കൂടെയാണ് എത്ര, 5 മാർക്കിന് ചോദിക്കുക. സിലബസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത്രയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് അതിൽ പഠിക്കാനുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് യൂറോപ്യന്മാരുടെ വരവ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാവൂ, എക്സാമിന് പോകാവൂ. അടുത്തത് നവോത്ഥാന നായകന്മാരും പ്രസ്ഥാനങ്ങളുമാണ്. നവോത്ഥാന നായകന്മാരായാലും പ്രസ്ഥാനങ്ങളായാലും, നവോത്ഥാന നായകന്മാരിലൊക്കെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അതൊക്കെ എന്ത് ചെയ്യണം, നോക്കണം. അതേപോലെ പ്രസ്ഥാനങ്ങളും എന്താണ്, സമത്വ സമാജം, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനം. ഓക്കെ, സോ ഈ 3 ടോപ്പിക്സ് എന്ത് ചെയ്യണം, കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ, എക്സാമിന് പോകാവൂ. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴോ, ആദ്യം നോക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, അതായത് INC-യുടെ ഫോർമേഷൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. എന്നിട്ടോ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് നമ്മുടെ 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതായത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഈ ഇടയ്ക്ക് തന്നെ PSC ചോദിച്ച ഹിതകാരണി സമാജം, അങ്ങനെയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആര്യ സമാജം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഓരോ നവോത്ഥാന നായകന്മാരും സ്റ്റാർട്ട് ചെയ്ത ആ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അതേപോലെ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും. മഹാത്മാഗാന്ധി നടത്തിയ ആദ്യകാല സമരങ്ങളോ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, അദ്ദേഹം പിന്നെ നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനമായിക്കോട്ടെ, അതേപോലെ ദണ്ഡി മാർച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ്. അപ്പോൾ സോ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ, 3 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരം. സോ ഈ 4 ടോപ്പിക്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഈ 4 ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഈ 3 ടോപ്പിക്സ് പഠിക്കുക. ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം, ഐക്യരാഷ്ട്ര സംഘടന. സോ ഈ 3 ടോപ്പിക്സ്, ഈ ഐക്യരാഷ്ട്ര സംഘടന പഠിക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ മാത്രം പഠിച്ചുകൊണ്ട് പോകാതെ UN-നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, SCRT ഫാക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, UN-നുമായിട്ട് ബന്ധപ്പെട്ടുള്ള SCRT ഫാക്ട്സ് എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ,
എക്സാമിന് പോകാനായിട്ട്. സോ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ, എക്സാമിന് പോകാവൂ. നിങ്ങളിത് നല്ലൊരു മാർക്കിൽ എന്ത് ചെയ്യും, ഷുവറായിട്ട് എന്ത് ചെയ്യും, എത്തിക്കും. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2025 PYQs എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് ഇതിന്റെ PYQ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വീഡിയോ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരും. ഏത് ഇപ്പോൾ ഹിസ്റ്ററിയോ ഏതാണെങ്കിലും ജോഗ്രഫിയോ ഏതാണെങ്കിലും എന്ത് ചെയ്യാം, കൃത്യമായിട്ടായിരിക്കും ആ ഒരു വീഡിയോ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. സോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ, എക്സാമിന് പോകാവൂ. സോ ഹിസ്റ്ററി സെറ്റ് ആണെങ്കിൽ അടുത്തത് നമ്മുടെ വരുന്നത് ജോഗ്രഫി ആണ്, ഭൂമിശാസ്ത്രം. നമ്മുടെ ഹിസ്റ്ററിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ കേരള ഹിസ്റ്ററി. അതേപോലെ എന്താണ്, ഭൂമിശാസ്ത്രത്തിൽ വരുമ്പോഴും ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട് അല്ലേ. സോ ഈ മൂന്നും കൂടി ചേർത്താണ് എത്ര മാർക്കിന് വരിക, 5 മാർക്കിന് വരിക. സോ അതിൽ നോക്കിയാൽ അറിയാം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് പോകാൻ. അങ്ങനെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭൂമിയുടെ ഘടനയാണ്. ഭൂമിയുടെ ഘടന പഠിക്കുമ്പോൾ വെറും ക്രസ്റ്റും കോറും മാൻഡിലും ഒതുക്കാതെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് 1 പ്ലസ് 2 ലെവലിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ചിട്ട് പോവാ. കാരണം ഒരുപാട് ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. എങ്കിൽ രണ്ടാമത്തത് അന്തരീക്ഷം പാളികൾ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അന്തരീക്ഷം പാളികൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുക. അതായിട്ട് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്ന ടോപ്പിക്കാണ്. കാറ്റുകളെ കുറിച്ച് എന്താണ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. സോ ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഉറപ്പായിട്ടും അടുത്ത നിങ്ങളുടെ APO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ ഉറപ്പായിട്ടും ഉള്ളൊരു ചോദ്യം സമുദ്ര ജല പ്രവാഹം. ഇത് ചോദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചോദ്യം വന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടോ. ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് സമുദ്ര ജല പ്രവാഹങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. സമുദ്ര ജല പ്രവാഹങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ഗൾഫ് സ്ട്രീം അല്ലെങ്കിൽ ലാബ്രഡോർ സ്ട്രീം, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എന്ത് ചെയ്യും, എന്തായാലും വരും. സോ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോവാം ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട. അടുത്തത് നദികളാണ്. ഇന്ത്യൻ നദികളിൽ തന്നെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹിമാലയൻ നദികൾ, അതിന്റെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പോഷക നദികൾ, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പോകാനായിട്ട്. ഇതൊക്കെ SCRT ഫാക്ട്സ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം, കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഉപദ്വീപീയ പീഠഭൂമിയാണ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഈ ഇടയ്ക്ക് ഒരു പ്ലസ് 2 പ്രിലിമിനറി എക്സാമിന് ചോദിച്ചതാണ്. പ്രിലിമിനറി അല്ല, പ്ലസ് 2 എക്സാമിന് ചോദിച്ചതാണ്. പ്ലസ് 2 ലെവൽ PSC എക്സാമിനേഷൻ ചോദ്യമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതായിരുന്നു? കൊടുമുടി ഏതായിരുന്നു അല്ല, കൊടുമുടി ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അറിയാവുന്നവരെ കമന്റ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ചോദ്യം. അടുത്തത് ഉത്തര മഹാസമതലം. അത് കഴിഞ്ഞിട്ട് ധാതുക്കളും വ്യവസായവും. ധാതുക്കളും വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എന്താണ് വ്യവസായശാലകൾ, ധാതുക്കളും അതേപോലെ വ്യവസായശാലകൾ, അതായത് നമ്മുടെ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ ഇല്ലേ, ബിലായി, ബൊക്കാറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ SCRT-ലുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടേ പോകാവൂ. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. അതേപോലെ കേരളത്തിലെ നദികൾ, ഇന്ത്യയിലെ നദികൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ നദികൾ എന്നുള്ള ടോപ്പിക്കും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചോദിക്കുക. പിന്നെ PSC-യുടെ എപ്പോഴും ഇഷ്ടപ്പെട്ട സാധനം കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ. കേരളത്തിലെ കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ, അത് കിഴങ്ങ് ഗവേഷണ യന്ത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. സോ ഇത്രയുമാണ് എന്താ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിൽ വരിക. അതിൽ ആദ്യത്തെ എന്താണ് വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിയുടെ ഘടന, അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും, സമുദ്ര ജലപ്രവാഹങ്ങൾ, നദികൾ, അതൊക്കെ എന്താണ് വേൾഡ് ജോഗ്രഫിയിലാണ്. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നദികൾ പഠിക്കാം, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, ധാതുക്കളും വ്യവസായവും, അത് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നതാണ്. ദെൻ അടുത്തത് എന്താണ്, കേരള ജോഗ്രഫിയിലാണ്. സോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുക. ഏതിന്റെ കാര്യത്തിലാ, ജോഗ്രഫിയുടെ കാര്യത്തിൽ. മക്കളെ ഞാൻ ഒന്നും കൂടി പറയാണ്, കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ 2025 PYQs നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കോ. ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാമിനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം ഇത്രയും വാസ്റ്റ് അല്ല. നമ്മുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ജോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിലും എക്കണോമിക്സിൽ എന്താണ് ഒരുപാട് ടോപ്പിക്സ് ഒന്നും പഠിക്കാനില്ല. സോ എങ്കിലും 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് 5 മാർക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സിൽ സ്കോർ ചെയ്യാം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ് അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പദ്ധതികളാണ് 1, 2, 5, 9, 10, 12. ഇപ്പൊ എല്ലാം പറഞ്ഞെന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ഈ പഞ്ചവത്സര പദ്ധതി, അതായത് 1, 2, 5, 9, 10, 12 ഇതൊക്കെയാണ് കൂടുതലും ചോദിച്ചുള്ള പഞ്ചവത്സര പദ്ധതികൾ. സോ ഇത് ഇത്രയും എന്ത് ചെയ്യാം, സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നീതി ആയോഗാണ്. ഏറ്റവും ഹോട്ട് ടോപ്പിക് ആണ് നീതി ആയോഗ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ള സൂചികയിൽ ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥാനം എത്രയാന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യാം,
പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുക. അടുത്തത് എന്താണ്? നീതി ആയോഗ് പഠിക്കുക. അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങൾ. അതിൽ തന്നെ കൃത്യമായിട്ട് RBI കുറിച്ച് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ നബാർഡ്. ഇവർ രണ്ടുപേരും എന്താണ്? സീൻ ആൾക്കാരാണ്. സോ എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരെ കുറിച്ചും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. +1 +2 ലെവലിൽ തന്നെ എന്ത് ചെയ്യുക? ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിക്കുക. അതിന്റെ നേട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളായി, നീതി ആയോഗായി, ധനകാര്യ സ്ഥാപനങ്ങളായി, ഹരിത വിപ്ലവങ്ങളായി, കാർഷിക വിളകൾ, ഖാരിഫ്, റാബി എന്നൊക്കെ പറഞ്ഞ് പഠിക്കൂലേ? സോ അതും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എക്കണോമിക്സിൽ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ, ഹരിത വിപ്ലവങ്ങൾ, കാർഷിക വിളകൾ, അതുകൂടാതെ 2025 PYQും എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓരോന്ന് കവർ ചെയ്യുമ്പോഴും ഇപ്പൊ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇത് ഏത് കവർ ചെയ്താലും 2025 ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചേ ഉള്ളൂ. അതും കൂടെ എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് പഠിച്ചിട്ട് പോയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എത്താൻ പറ്റും. എങ്കിൽ അടുത്തത് നോക്കാം. അടുത്തത് ഭരണഘടനയാണ്. ഏറ്റവും ഹോട്ട് ടോപ്പിക് ആണ്. 8 മാർക്കിനാണ് എന്താ? ഭരണഘടന അല്ലെങ്കിൽ എന്ത് പഠിക്കേണ്ടതാ? കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഏതാ? ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെയാണ്. രണ്ടാമത് പഠിക്കേണ്ടത് ആമുഖമാണ്. മൂന്നാമത് പൗരത്വം. നാലാമത് മൗലികാവകാശങ്ങൾ പഠിക്കുക. അടുത്തത് പഠിക്കാനുള്ളത് പ്രധാന ഭേദഗതികളാണ്. നിങ്ങളുടെ സിലബസിൽ അതായത് കൃത്യമായിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭേദഗതികൾ ഏതൊക്കെയാണ്. അത് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെയാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതിൽ തന്നെ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ദാ ഈ 73ഉം 86 എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് PSCക്ക് തന്നെ അറിഞ്ഞുകൂടാ. 73ഉം 86 നിങ്ങൾ +2 ലെവലിന്റെ PYQ എടുത്ത് നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ 73ാമത് ഭേദഗതിയും 86ാമതും അതേപോലെ 74ഉം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ ഭേദഗതികൾ, ഈ ഒരു ബ്രാക്കറ്റിലുള്ള എല്ലാ ഭേദഗതികളും കൃത്യമായിട്ട് പഠിച്ചോണ്ട് പോയിക്കോ. 1 or 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഭേദഗതികളെ കുറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. സോ ആ ഒരു മാർക്ക് എന്ത് ചെയ്യരുത്? മിസ് ചെയ്തിട്ട് വരരുത്. ദെൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇപ്പൊ ഹൈക്കോടതിയെ കുറിച്ചും സുപ്രീം കോടതിയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ അതൊക്കെ പഠിക്കുക. അതേപോലെ സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്ന സാധനമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. അതൊക്കെ എന്ത് ചെയ്യാ? നോക്കുക. ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം ഈ ധനകാര്യ കമ്മീഷനെ കുറിച്ച്. എങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് പറഞ്ഞതാണ്. ധനകാര്യ കമ്മീഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ടോപ്പിക്കാണ് ലിസ്റ്റുകളും റിട്ടുകളും. ലിസ്റ്റുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, കൺകറന്റ് ലിസ്റ്റ്. അത് പഠിക്കാതെ പോവല്ലേ? കൺകറന്റ് ലിസ്റ്റ്. അതേപോലെ റിട്ടുകൾ. ഓക്കെ, ആ റിട്ടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. കുറച്ച് റിട്ടുകളല്ലേ ഉള്ളൂ. ആ റിട്ടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. സോ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം? ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? കവർ ചെയ്തിട്ടേ പോകാവൂ. ഈ അമെൻമെന്റ് മറക്കരുതേ. അതേപോലെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഓരോരോ ആശയങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്നുള്ളത്. അതെന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓരോ ആശയങ്ങൾ എവിടെ നിന്നാണ് ഓരോന്നും കടമെടുത്തത് എന്നുള്ള കാര്യം. ഓരോരുത്തർക്കും അതൊക്കെ പഠിക്കാൻ ഓരോരോ കോഡ് കാണും അല്ലേ? ആശയങ്ങൾ കടമെടുത്തത്. ഓക്കെ. സോ അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സെറ്റ് ആക്കിയാൽ ഒരു 8ൽ 5+ മാർക്കൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എങ്കിൽ അടുത്തതിലേക്ക് പോവാം. യെസ്, അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനവുമാണ്. 3 മാർക്കിന്റെ ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ കേരള ധനകാര്യ കമ്മീഷനെ കുറിച്ചും സ്ഥിരമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അതേപോലെ വിവിധ കമ്മീഷനുകൾ, അത് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അത് സ്ഥാപിതമായത് മാത്രം പഠിച്ചു വയ്ക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാം. അതേപോലെ അടുത്തത് തണ്ണീർത്തട സംരക്ഷണമാണ്. അതായത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കാൻ പോകുന്നതുമായിട്ടുള്ള ടോപ്പിക്കാണെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി. അതായത് നമ്മുടെ VBG റാംജി. ഓക്കെ, അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോയിക്കോ. VBG റാംജി എന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ അല്ലെ. 100 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 125 ദിവസങ്ങളായി. 15 ദിവസത്തിനുള്ളിൽ വേതനങ്ങൾ കൊടുക്കണം എന്നുള്ളതായി അല്ലെ. അതൊക്കെ ഈ ഇടയ്ക്ക് PSC ചോദിച്ചതാ. ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്നില്ല. അതൊക്കെ എന്താ PSC ചോദിച്ച കാര്യങ്ങളാണ്. സോ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ VBG റാംജി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? എക്സാമിന് പോകാൻ. സോ ഇത്രയേ ഉള്ളൂ എന്താ? കേരള ഭരണവും ഭരണ സംവിധാനവും. എങ്കിൽ അടുത്ത നോക്കിയാടാ, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ ബയോളജി ഭാഗമാണ്. 4 മാർക്കിനാണ് എന്താ ഇവിടെന്ന ചോദ്യം വരിക. സോ അത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും.
എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാണരോഗവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്തത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളുമാണ്. ആ ഒരു ടോപ്പിക്, അതായത് ഓരോ രോഗങ്ങളുടെയും രോഗകാരികൾ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബാക്ടീരിയ രോഗം കാണും, വൈറസ് രോഗം കാണും. സോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുക രോഗകാരികളും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പദ്ധതികൾ കാണും. ആ ഒരു പദ്ധതികൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക. അതിൽ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കവർ ചെയ്തിട്ട് വേണം പോകാൻ. അടുത്ത രോഗങ്ങളും തിരിച്ചറിയാനുള്ള പരിശോധനകളും. അത് സ്ഥിരമായിട്ട് ഇപ്പോൾ PSC 2020 ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈഡാൽ ടെസ്റ്റ്. PSC ചോദിച്ചാണ് വൈഡാൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയായിരുന്നു, എന്തിനു വേണ്ടിയുള്ളതായിരുന്നു, ടൈഫോയിഡിന്റെ ആയിരുന്നു കേട്ടോ. സോ രോഗങ്ങളും തിരിച്ചറിയാനുള്ള പരിശോധനകളും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാം. അതേപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ. സോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതും റിവൈസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോലെ പ്ലസ് PYQ. ഓക്കെ, PYQ എല്ലാത്തിൻ്റെ കൂടെയും പറഞ്ഞിട്ടുണ്ട്. PYQ നോക്കിയിട്ടാ ഇതും കവർ ചെയ്ത് PYQ എന്താണ് റെഫറൻസ് ചെയ്ത് പോയാൽ ഉറപ്പാണ് APO അല്ല ഏത് എക്സാമും എന്ത് ചെയ്യും നമുക്ക് സെറ്റ് ആക്കാം. എങ്കിൽ അടുത്ത ചോദ്യം, അടുത്തത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സ് 3 മാർക്കിനാണുള്ളത്. ആദ്യം പഠിക്കേണ്ടത് അളവുകളും തോതും എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. ഓക്കെ, സിലബസിൽ അതേപോലെ വേർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അളവുകളും തോതും അല്ലെങ്കിൽ എന്താണ് യൂണിറ്റുകൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ പ്രകാശം, ലെൻസ്, ദർപ്പണം, ഓക്കെ ഒപ്റ്റിക്സുമായിട്ട് ബന്ധമുള്ള ആ ഒരു പാർട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് കവർ ചെയ്യുക. അടുത്ത R = 2F സ്ഥിരമായിട്ടുള്ളതാണ്. വക്രത, ദൂരം, അതേപോലെ ഫോക്കൽ ലെങ്ത് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് 2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സമവാക്യം, ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്തെന്ന് വെച്ചാൽ ഇതിന്റെ സവിശേഷതകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒക്കെ സവിശേഷതകളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്തത് ഗുരുത്വാകർഷണമാണ്, ഗ്രാവിറ്റി. ഗുരുത്വാകർഷണം പഠിക്കുമ്പോൾ, ഗ്രാവിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ജിയുടെ മൂല്യം അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ ജിയുടെ മൂല്യം അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കവർ ചെയ്യാം. ഓക്കെ, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതാണ് എന്താ ഇത്രയും കാര്യങ്ങളാണ് ഭൗതിക ശാസ്ത്രത്തിൽ വരിക അല്ലെങ്കിൽ ഫിസിക്സിൽ വരിക. 3 മാർക്കിനേ ഉള്ളൂ. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത് ഇത്രയും ടോപ്പിക്സ് ആണ്. റിവൈസ് ചെയ്യേണ്ടത് എന്താണ് ഇത്രയും ടോപ്പിക്സ് ആണ്. എങ്കിൽ അടുത്തത് രസതന്ത്രം, കെമിസ്ട്രി ആണ്. അതും 3 മാർക്കിനാണ്. അതും നോക്കിയാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അത്രയും ടോപ്പിക്സ് ഒന്നും പഠിക്കണ്ട എന്നല്ല, ഇനി അതായത് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാണ്ട് കവർ ചെയ്യാൻ കാണും. സോ അങ്ങനെയുള്ളവർക്കാണ് എന്താ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഇനി ഏതൊക്കെ ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യണം. സോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് എന്താ ഈ ഒരു വീഡിയോ. സോ ആറ്റം തന്മാത്ര അത് സ്ഥിരമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അതെന്ത് ചെയ്യണം കവർ ചെയ്യണം. അടുത്ത വാതക നിയമങ്ങൾ. ഈ വാതക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ അതിനകത്തുള്ള ഗ്രാഫ് സഹിതം എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. ഗ്രാഫ് സഹിതം എന്താ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. വാതക നിയമങ്ങൾ, ബോയിൽ നിയമം ആയിക്കോട്ടെ, ചാൾസ് നിയമം ആയിക്കോട്ടെ, ഏത് പഠിക്കുമ്പോഴും അതിന്റെ ഗ്രാഫും കൂടി എന്ത് ചെയ്യണം മനസ്സിലാക്കി എന്ത് ചെയ്യുക പഠിക്കുക. അടുത്തത് ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ നമുക്കറിയാം. അതേപോലെ ലോഹ സങ്കരങ്ങൾ, ബ്രാസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ലോഹ സങ്കരങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം. അതേപോലെ ആസിഡ്, ആൽക്കലി. ഈ ആസിഡിൽ തന്നെ ലൂയിസ് ആസിഡ് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ലൂയിസ് ബേസ് തിരിച്ചറിയാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ pH മൂല്യം. സോ ഇത്രയും കാര്യങ്ങളാണ് എന്താ കെമിസ്ട്രിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പോവുക. അടുത്തത് നമ്മുടെ ഏറ്റവും വലിയ സിലബസിൽ തന്നെ ഏറ്റവും കൂടുതൽ പേജുകൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്നത് അല്ലെ. ഒരുപാടുണ്ട് ആ ഒരു ടോപ്പിക്ക്, പക്ഷെ ആകെ 4 മാർക്കേ ഉള്ളൂ. സോ എങ്ങനെ ഇത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക്കാണ്. സോ അതിന്റെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ പ്രശസ്തമായ എഴുത്തുകാരും അതേപോലെ സ്ഥാപനങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക. സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി, അതേപോലെ ഓരോരോ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടല്ലോ കേരളത്തിലെ. സോ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ചെയർമാൻ ആരൊക്കെയാണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചെയ്യാം. ഓക്കെ, ആ സ്ഥാപനങ്ങൾ എന്താണ്, അവർ ആ ഒരു സ്ഥാപനങ്ങളുടെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാം. എന്നിട്ട് പ്രധാന കായിക അവാർഡുകളും കിട്ടുന്ന ജേതാക്കളും കാണുമല്ലോ, അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ ഒളിമ്പിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള എന്തെങ്കിലും പ്രകടനം ഉണ്ടായിട്ടുണ്ടോ. അത് ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള ഒളിമ്പിക്സിലായിക്കോട്ടെ, മുന്നത്തെ ഒളിമ്പിക്സുകളിലൊക്കെ ചോദിക്കൂട്ടാ ഇന്ത്യക്കാരുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ എന്ത് ചെയ്യണം, ഒളിമ്പിക്സിൽ ഇന്ത്യക്കാരുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എന്ത് ചെയ്യണം എടുത്ത് പഠിച്ചോ, കാരണം അതെന്ത് ചെയ്യും ചോദിക്കും. അടുത്തത് എഴുത്തുകാരും തൂലികാനാമങ്ങളും, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കാം. 1 മാർക്കിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് തൂലികാനാമങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് കഥാപാത്രങ്ങൾ, കൃതികൾ എന്നുള്ള ടോപ്പിക്കാണ്, അതും പഠിക്കാം. അതേപോലെ ജ്ഞാനപീഠം നേടിയ
മലയാളികൾ അതെന്ത് ചെയ്യാം പഠിക്കാം. അതേപോലെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, കേരള കലാമണ്ഡലം, അങ്ങനെയുള്ള സംഗീത നാടക അക്കാദമി, അതേപോലെ എന്താണ് ഫോക്ലോർ അക്കാദമി, അങ്ങനെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കുക. സോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്താൽ മതി, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നോക്കിയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ്. ഏറ്റവും കൂടുതൽ റാങ്ക് നിർണ്ണയിക്കുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് പറയുന്നത്. 10 മാർക്കിനാണ് എന്താ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. സോ ആ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ഒരുപാടുണ്ട് കറണ്ട് അഫയേഴ്സ്, കാരണം ദിവസം തോറും കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സോ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ചോദിച്ചാൽ ആദ്യം പഠിക്കേണ്ടത് റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ്. റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ 2025 നടന്നപ്പോൾ എല്ലാ പുതിയ അപ്പോയിന്റ്മെന്റ്സും എന്ത് ചെയ്യുക പഠിക്കാം. ഓക്കെ, ഒരുപാട് അപ്പോയിന്റ്മെന്റുകളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. സോ ആ ഒരു അപ്പോയിന്റ്മെന്റ്സുകൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാം. അടുത്തത് ഉച്ചകോടികളും വേദികളുമാണ്. അതായത് ഓരോ സമ്മിറ്റുകൾ, ബ്രിക്സ് ആയാലും ബ്രിക്സ്, അതേപോലെ G20, G7, ആസിയാൻ, ഇങ്ങനെയുള്ള ഒരുപാട് സമ്മിറ്റുകൾ ഉണ്ടല്ലോ. സോ ഇതേപോലത്തെ സമ്മിറ്റുകളുടെയൊക്കെ എന്താണ് വേദികൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതേപോലെ പ്രധാനപ്പെട്ട ദിനങ്ങളുടെ പ്രമേയങ്ങൾ, പരിസ്ഥിതി ദിനമായിക്കോട്ടെ, ക്യാൻസർ ദിനമായിക്കോട്ടെ, അതേപോലെ തണ്ണീർത്തട സംരക്ഷണ ദിനമായിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രമേയങ്ങൾ സ്ഥിരമായിട്ട് PSC, ജലദിനമായിക്കോട്ടെ, അങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അതെന്ത് ചെയ്യുക പഠിക്കുക. അതേപോലെ നൊബേൽ സമ്മാനം പഠിക്കുമ്പോൾ 2025 മാത്രം പഠിക്കല്ലേ, 2024 പഠിച്ചിട്ട് വേണേ പോകാൻ. 2024 25 നൊബേൽ സമ്മാനം കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ ഓരോരുത്തരും ഏത് രാജ്യക്കാരാണ് എന്ന് കൂടി എന്ത് ചെയ്യുക എടുത്ത് പഠിക്കുക. അതേപോലെ അവർക്ക് എന്തിന്റെ സംഭാവനയ്ക്കാണ് ആ ഒരു നൊബേൽ സമ്മാനം കിട്ടിയത് എന്ന് കൂടി എന്ത് ചെയ്യുക എടുത്ത് പഠിക്കുക. സോ നമ്മൾ പഠിക്കുന്ന പോർഷൻ നമ്മൾ ക്രിസ്റ്റൽ, ഇപ്പൊ കുറച്ച് ടോപ്പിക്സിലേ ഞാൻ തന്നിട്ടുള്ളൂ, ആ ഒരു ടോപ്പിക്സ് എന്ത് ചെയ്യണം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം. അല്ലാതെ ഇതും എന്താണ് അറ്റവും മൂല്യം പഠിച്ചിട്ട് പോവാതെ പഠിക്കുന്ന ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, സോ നൊബേൽ സമ്മാനം 2024 25 പഠിച്ചിട്ടാ. PSC ഏറ്റവും ചോദിക്കാൻ ഇഷ്ടം സാഹിത്യ അവാർഡുകളാണ്. അതിൽ തന്നെ എഴുത്തച്ഛൻ, ഓടക്കുഴൽ, വയലാർ, ജ്ഞാനപീഠം, ഈ 4 പുരസ്കാരങ്ങളും റീസെന്റ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ 2024 25 വേണം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചിട്ട് പോകാനായിട്ട്. കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഉണ്ട്. ISROയുടെ അടുത്തതായി നടന്ന പ്രധാനപ്പെട്ട വിക്ഷേപങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ് PSC. ഉദാഹരണത്തിനാണെങ്കിൽ CMS-03 സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. CMS-03 കേട്ടിട്ടുണ്ടാ. സോ അതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ ഇനി ചോദിക്കാൻ പോകുന്നത് ആക്സിയം മിഷനെ കുറിച്ചായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവാ. അതേപോലെ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇൻഡെക്സുകളിൽ ഇപ്പോൾ എന്താണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ, ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനമാണ് അതിനകത്ത് 38. സോ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്, അതുപോലെ ഹങ്കർ ഇൻഡെക്സ്, അതേപോലെ പീസ് ഇൻഡെക്സ്, അതുപോലെ മാനവ വികസന സൂചിക HDA, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. അതിൽ ഇന്ത്യയുടെ സ്ഥാനം കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനങ്ങൾ. ഇന്ത്യ നടന്ന ഓരോ റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്ലേ. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കും ഇന്ത്യ നടന്ന ഓരോരോ റെസ്ക്യൂ ഓപ്പറേഷൻസ്. സ്ഥിരമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നതും അതേപോലെ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നതും. ഇതൊക്കെ അറിയാവുന്നവരെ. സിന്ധു എന്ന് പറയുന്നത് എന്താണ്, ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്നൊരു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞത്. എങ്കിൽ ബ്രഹ്മ എന്താണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ബ്രഹ്മ എന്തായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക അറിയാവുന്നവരെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാവുന്ന കമന്റ് ചെയ്യാം. അതേപോലെ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമല്ല ഓരോരോ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയെന്നും എന്ത് ചെയ്യും ചോദിക്കും. അതിൽ 2 ഓപ്പറേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാ, ഒന്ന് ഓപ്പറേഷൻ ലയൺ റോറും ഒന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയും. സോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. അതേപോലെ അടുത്തത് വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് തുറമുഖം പ്രധാനമന്ത്രി സമർപ്പിച്ചത് എന്നുള്ള 2025 മെയ് 2 അല്ലെ. സോ ആ ഒരു ചോദ്യം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ ഇന്ത്യയുടെ കായിക നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അത് വരുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ICC ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ICC ചാമ്പ്യൻസ് ട്രോഫി. സോ അത് പഠിക്കാതെ പോകരുത്. അതേപോലെ ഇനി ചോദിക്കാൻ പോകുന്ന ടോപ്പിക്ക് പറയട്ടെ, വിമൻസ് വേൾഡ് കപ്പ്. കാരണം ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ വേൾഡ് കപ്പ് ആയിരുന്നു അല്ലെ, ഏകദിന കിരീടമായിരുന്നു. സോ അതിനെക്കുറിച്ചും എന്ത് ചെയ്യുക പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സോ അങ്ങനെയുള്ള റീസെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ കായിക നേട്ടങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാവൂ പോകാവൂ. സോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് റിവൈസ് ചെയ്താൽ തന്നെ ഒരു 7-8 മാർക്ക് എന്ത് ചെയ്യും സുഖമായിട്ട് ഇഞ്ഞു പോരും. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടോപ്പിക്സിൽ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്.
സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടോപ്പിക് ഇതാണ്. കാരണം ഇത് നമ്മൾ മുമ്പേ പഠിക്കുന്നതാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമവും അതേപോലെ വിവരാവകാശ നിയമവും. ഇതെന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഒരു 10ൽ 8 മാർക്കൊക്കെ എന്ത് ചെയ്യാം, 7 to 8 എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ അത് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ തന്നെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകൾ എന്താണ്, ആ ജയിലുകൾ ഏതൊക്കെയാണ്, എന്താണെന്നല്ല ഏതൊക്കെയാണ്, അതേപോലെ അത് സ്ഥാപിച്ച വർഷങ്ങൾ എന്താണ്, സ്ഥാപിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ അവിടെയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര്, വനിതാ ജയിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്, അതൊക്കെ PSC ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. ഏതാ സെൻട്രൽ ജയിൽ, കമന്റ് ചെയ്യട്ടെ അറിയാവുന്നവരാ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരം കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അതായത് PYQ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാവുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവാം. എന്നിട്ട് അടുത്തത് നോക്കേണ്ടത് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. മനഃശാസ്ത്രം അതേപോലെ അതിലുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ അതിനും 5 മാർക്കാണ് വരുന്നത്. 4നും 5 മാർക്ക് വെച്ച് 20 മാർക്കാണ് ടോട്ടൽ. ഇവിടെ നിങ്ങൾ എന്തായാലും 7-8 മാർക്ക് സ്കോർ ചെയ്യും. ഇവിടെ ഒരു 3 മാർക്കൊക്കെ എന്ത് ചെയ്യും, കിട്ടും. അതേപോലെ ഇവിടെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള ടോപ്പിക്കിലാണ് നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബഹുമുഖ സിദ്ധാന്തമാണ്. ഗാർഡനറിന്റെ ബഹുമുഖ സിദ്ധാന്തം അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയേണ്ടത് മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം. അതേപോലെ വേറൊരാളുടെ സിദ്ധാന്തമുണ്ട്, ശ്രേണി സിദ്ധാന്തം. ഓക്കെ, ശ്രേണി സിദ്ധാന്തം നമ്മുടെ മാർസ്ലോയുടെ ശ്രേണി സിദ്ധാന്തം, അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു 3 സിദ്ധാന്തങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രേരണ പഠിക്കണം. അതേപോലെ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ഓക്കെ, ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്ത് വെക്കുക. സോ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്താൽ മതി, ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നത്, ഞാൻ കവർ ചെയ്യാതെ അല്ലെങ്കിൽ ഇനിയും സ്പെഷ്യൽ ടോപ്പിക്സ് ഒരുപാട് കവർ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്യാനുള്ളവരോടാണ് പറയുന്നത്. സോ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിരിക്കുന്നവർ എന്ത് ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട. ഓക്കെ, സോ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്സ് കൃത്യമായിട്ട് കവർ ചെയ്ത് റിവിഷൻ നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പോകാനായിട്ട്. ഒരു ഷുവറായിട്ട് ഒരു 13 to 15 മാർക്കൊക്കെ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, സോ സെറ്റ് ആണ്, അടിപൊളിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ഇതിനകത്ത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കുറേ റിവൈസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഏകദേശം കുറച്ച് മാർക്കൊക്കെ എന്ത് ചെയ്യും, കിട്ടും. സോ ഇതിനകത്ത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള 70 മാർക്കിനുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഈ ഒരു 70-ൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിൽ എത്താൻ പറ്റും. സോ ഇനിയും കൺഫ്യൂഷൻ അടിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ടോപ്പിക്സ് റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. കൺഫ്യൂഷൻ അടിക്കേണ്ട. ഈ ടോപ്പിക്സ് ഒക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇനിയും ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരിക. ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി എന്ത് ചെയ്യുക, പഠിക്കുക. APO നിങ്ങൾക്ക് കിട്ടും. ഇനിയും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്രാഷ് ബാച്ച് ഇപ്പോഴും റണ്ണിങ് ആണ്. സോ എന്ത് ചെയ്യുക, അതിൽ വേഗം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എത്തിച്ചേരാൻ തീർച്ചയായിട്ടും പറ്റും. സോ ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. സോ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അടിപൊളിയായിട്ട് പഠിക്കുക, കിട്ടും, ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്സ് വെച്ച് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഷുവർ ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും ആ ഒരു എക്സാം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫിസിക്കലിനെ നോക്കിയാൽ മതി. സോ സെറ്റാണ്, അടിപൊളിയാണ്, നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. സോ ബൈ.